പല മാറ്റങ്ങളും പ്രതിപക്ഷം അതല്ലെങ്കിൽ ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോൾ പോലും പ്രതിപക്ഷം ആവശ്യപ്പെട്ട പല ഭേദഗതികളും അംഗീകരിക്കാതെ തന്നെ ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായി കൊണ്ടുവന്ന ബില്ലിലെ കാര്യങ്ങൾ അപ്പാടെ അംഗീകരിച്ച് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചില കാര്യങ്ങൾ, അതായത് മുസ്ലിങ്ങളല്ലാത്തവർ നേതൃസ്ഥാനത്തേക്ക് വരുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ ആർമഡ് ഫോഴ്സ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം മുസ്ലിങ്ങളല്ലാത്തവരിലേക്ക് കൂടി എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ഭരണപക്ഷം പറയുന്നത്, ഇപ്പോൾ കിരൺ റിജിജു ആണെങ്കിലും ഇത് അവതരിപ്പിക്കുമ്പോഴൊക്കെ പറയുന്നത്, ഇത് വഖഫ് ബോർഡിനെ കൂടുതൽ മുസ്ലിങ്ങളിലേക്ക്, പാവപ്പെട്ട മുസ്ലിങ്ങളിലേക്ക് ഇതിൻ്റെ ഉപകാരം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമെന്നാണ്. പക്ഷേ അതിനേക്കാൾ ഇങ്ങനെയുള്ള അതല്ലെങ്കിൽ കളക്ടർക്ക് കൂടുതൽ ഉത്തരവാദിത്തം കൊടുക്കുന്നതിലൂടെയൊക്കെ സ്വത്തുക്കൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്കറിയാം ബാബരിയുടെ വിഷയമാണെങ്കിലും സമ്പൽ വിഷയമാണെങ്കിലും ഒക്കെ ഒരു കലാപാന്തരീക്ഷം വഴിയാണ് ഈ ഭൂമിയൊക്കെ ഒരു പിടിച്ചെടുക്കുന്ന രീതിയിലുണ്ടാകുന്നത്. ഇതൊന്നുകൂടി ലീഗലൈസ് ചെയ്യുന്ന ഈ പിടിച്ചെടുക്കലുകൾ ഒന്നുകൂടി ലീഗലൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും ഇതിനകത്ത് സാലിം പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, അതായത് ഈ പ്രതിരോധം, റെയിൽവേസ്, ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ഹോൾഡിംഗ് ഉള്ളത് വഖഫ് ബോർഡിനാണ് എന്നുള്ള, അല്ലെങ്കിൽ വഖഫ് കൗൺസിലിനോ വഖഫ് ബോർഡുകൾക്കോ ആണ് എന്നുള്ളത് ഒരു BJP നറേറ്റീവാണ്, അല്ലെങ്കിൽ BJP പ്രചരിപ്പിക്കുന്ന ഒരു സംഗതി. സത്യത്തിൽ അങ്ങനെയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വഖഫ് ബോർഡിന് കീഴിൽ ഈ പറയുന്ന അളവിൽ ഭൂമി ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇത് മാനേജ് ചെയ്യുന്ന വഖഫ് ബോർഡല്ല. ഇത് വഖഫായിട്ട് പലരും അവരവരുടെ സ്വത്ത് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടെ ദൈവത്തിങ്കൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ സങ്കല്പം, അല്ലെങ്കിൽ അതാണല്ലോ ചെയ്യുന്നത്. അത് കൈകാര്യം ചെയ്യാനായിട്ട് ഓരോ വ്യക്തികളെ, അല്ലെങ്കിൽ മുത്തവല്ലിമാർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവരുടെ കീഴിലാണ് ഭൂമിയുള്ളത്. ഏതെങ്കിലും മുതവല്ലികളുടെ കീഴിലായിരിക്കും ഭൂമിയുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റിൻ്റെ കീഴിലായിരിക്കും ഭൂമിയുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും മഹലിൻ്റെ കീഴിലായിരിക്കും. അതിൻ്റെ കൈകാര്യകർത്തൃത്വം മാത്രമേ ഉള്ളൂ വഖഫ് ബോർഡിന്, അതിനപ്പുറം വേറെ ഒന്നുമില്ല. വഖഫ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ദൈവത്തിങ്കൽ സമർപ്പിക്കപ്പെട്ട സങ്കല്പമാണ്. അപ്പോൾ ഇതൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ആളുകൾ കേൾക്കുമ്പോൾ അയ്യോ ഇവരുടെ കയ്യിലാണ് രാജ്യത്തെ ഭൂമി മുഴുവൻ, വെറുതെ അല്ല എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രശ്നം അവിടെയുണ്ട്. അങ്ങനെയുള്ള വസ്തുവകകളെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡോക്യുമെൻ്റ് ചെയ്ത് വഖഫ് ചെയ്തൊരു സാധനത്തിൽ ഇടപെടാൻ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇനിയും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് മുനമ്പം തന്നെ എടുക്കാം. മുനമ്പ് ഇതോടെ പരിഹരിക്കപ്പെടും എന്നാണല്ലോ പറയപ്പെടുന്നത്. പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, രജിസ്റ്റർ ചെയ്തൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഇത് ഇന്ന കാര്യത്തിനായി വഖഫ് ചെയ്യാനായി ഇന്നവർക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ആ ഡോക്യുമെൻ്റ് ഉള്ളിടത്തോളം കാലം ഈ പ്രശ്നം പരിഹരിക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ രജിസ്റ്റർ ചെയ്ത വഖഫുള്ള സംഗതികളിലൊന്നും സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിലവിലുള്ള നിയമം അതെ മുൻപ് ഒരുപാട് വട്ടം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻ്റ് ഉള്ള വഖഫുകളുടെ കാര്യത്തിലൊന്നും സർക്കാരിന് ഇനിയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോൾ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം അംഗങ്ങളെ കൊണ്ടുവന്നുകൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതവിടെ നിൽക്കട്ടെ. അല്ലാത്ത വസ്തുക്കളുടെ കാര്യത്തിലാണ് ഈ പ്രശ്നം. അതിനാണ് വേറൊരു ഭേദഗതി ഇപ്പോൾ എക്സിസ്റ്റിംഗ് നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് വഖഫ് ബൈ യൂസ് എന്ന് പറയുന്ന സംഗതി അതില്ലാതാക്കിയിരിക്കുന്നു. അതായത് ആരും വഖഫ് ചെയ്തതല്ല, പക്ഷേ മതപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്ന, ഇപ്പോൾ പള്ളിയായിട്ട് കുറേ കാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, അത് അല്ലെങ്കിൽ കബറിടമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം, ഇതൊക്കെ വഖഫായി രേഖപ്പെടുത്തുകയാണ്. വഖഫ് ബൈ യൂസ് എന്ന് പറയുന്ന വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന നിയമവ്യവസ്ഥയിലൂടെ ചെയ്തുകൊണ്ട് അതങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതോടെ ഈ സംഗതികളൊന്നും വഖഫ് അല്ലാതായിട്ട് മാറും. അതായത് സ്വകാര്യ പ്രോപ്പർട്ടി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ പിന്നെ എന്താ പറയുക, വഖഫായി കഴിഞ്ഞാൽ പിന്നെ വഖഫിൻ്റെ നിയമങ്ങളാണ് അതിൽ ബാധകമാകുക. സ്വകാര്യ പ്രോപ്പർട്ടിയായി മാറിക്കഴിഞ്ഞാൽ വേറെ നിയമമാണ് അതിന് ബാധകമാകുക. അപ്പോൾ കുറേ കൂടെ സൗകര്യം കിട്ടുകയാണ്. ഈ പ്രോപ്പർട്ടിയിലൊക്കെ കൈകടത്താനോ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ ഒക്കെയുള്ള അവസരം തുറന്നു കൊടുക്കുക ചെയ്യുന്നത്. ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചാണ് ഈ വിഷയം. ഡൽഹി എടുക്കുക. ഡൽഹി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലോധി ഗാർഡൻസ് എന്ന് പറയുന്ന ഒറ്റ സ്ഥലം എടുക്കുക. ലോധി ഗാർഡൻസിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു വലിപ്പം. അതൊരു വഖഫ് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിലവിൽ. നാളെ അതങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അത് ബൈ യൂസറായിരിക്കും വഖഫായിട്ടുണ്ടാവുക, അല്ലാതെ വഖഫ് ചെയ്തതായത് ആവാൻ യാതൊരു മാർഗ്ഗവുമില്ല.
ബൈ യൂസറായിരിക്കും വഖഫ്. നാളെ മുതൽ ലോധി ഗാർഡൻസ് ഒരുപക്ഷെ ഈ നിയമം വരുന്നതോടുകൂടി ലോധി ഗാർഡൻസ് ഒരുപക്ഷെ വഖഫ് പ്രോപ്പർട്ടി അല്ലാതെ, ഞാനിത് ഒരു അസംഷനാണ് പറയുന്നത്, യഥാർത്ഥ ഇതായിട്ട് കണക്കാക്കരുത്, പക്ഷേ അത് അങ്ങനെ അല്ലാതായി മാറാനുള്ളൊരു സാധ്യത എവിടെയാണ്? ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രജിസ്ട്രേഷൻ ഒന്നുമില്ലല്ലോ, രജിസ്ട്രേഷൻ ഒന്നുമില്ല, വഖഫ് ചെയ്തതായിരിക്കാം, തുടർന്നു വരുന്നതായിരിക്കാം. അപ്പോൾ അതൊന്നും നാളെ മുതൽ വഖഫ് അല്ലാതായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മാറുകയാണെങ്കിൽ ലോധി ഗാർഡൻസിൻ്റെ വലിയൊരു ഭാഗം വേണമെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ആക്കാൻ കൊടുക്കാം. ഇതൊക്കെ സംഭവിക്കാം. ഇതിനൊക്കെയുള്ള സാധ്യത അവിടെ തുറന്നിടുകയാണ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഇതേ പ്രോപ്പർട്ടിയുടെ പുറത്ത് ഏതെങ്കിലും ക്ലെയിം വരികയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ സമ്പലിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ഗ്യാൻവാബിയിൽ സംഭവിച്ചതുപോലെ ഒക്കെ ഏതെങ്കിലും ഒരു ക്ലെയിം വരികയാണെന്ന് വിചാരിക്കുക. വഖഫാണെങ്കിൽ ആ ക്ലെയിമിൻ്റെ പുറത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതിന്. ഇനിയിപ്പോൾ ആ പ്രശ്നങ്ങളില്ല. കാരണം ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി മാത്രമാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ പുറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ മാത്രമുള്ള പ്രോപ്പർട്ടിയുടെ പുറത്താണ് ഈ ക്ലെയിം വരുന്നതെങ്കിൽ കുറേം കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാനും നിയമപ്രകാരം. ഇതിനുള്ള പഴുതുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ നിയമത്തിലൂടെ ഈ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത്. അല്ലാതെ അവർ അവകാശപ്പെടുന്ന പോലെ ഈ സ്വത്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളിലെ പാവപ്പെട്ടവരായിട്ടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് ആളെ പറ്റിക്കാനുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു സംഗതിയില്ല. യഥാർത്ഥ ലക്ഷ്യം ഒരു ഭാഗത്ത് റിയൽ എസ്റ്റേറ്റ് കച്ചവടവും ഒരു ഭാഗത്ത് ബാബ്രി മോഡൽ കച്ചവടവുമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ പറയാം. ഈ വഖഫ് നിയമ ഭേദഗതി അല്ല സത്യം പറഞ്ഞാൽ ഈ സംഘപരിവാരം RSSും ഉദ്ദേശിക്കുന്നത്. വഖഫ് ആക്ട് റിപ്പീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ യഥാർത്ഥ അജണ്ട. വഖഫ് ആക്ട് റിപ്പീൽ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ തൽക്കാലം നടക്കാത്തതുകൊണ്ട് വഖഫ് ആക്ട് അമെൻഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ലക്ഷ്യം വഖഫ് ആക്ട് റിപ്പീൽ ചെയ്യാന്ന്. വഖഫ് ആക്ട് റിപ്പീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വഖഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ത്യ മഹാരാജ്യത്തുണ്ടാവില്ല. ഏത് സ്വത്തും അത് പിന്നെ ബാക്കി മുഴുവൻ സർക്കാരിൻ്റെ കയ്യിലേക്കാണ് പോകുന്നത്, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലേക്കാണ് പോവുക. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ തൽക്കാലം സാധ്യമല്ലാത്തതുകൊണ്ട് അമെൻമെൻറ്റ് എന്നുള്ള വഴി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.